ഞാൻ ഡോക്ടർ ഗ്ലോഡിയ ജോർജ്, ക്ലിനിക്കൽ ഫാർമസിസ്റ്റ്, പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. നമ്മൾ ഹൈപ്പോതൈറോയിഡിസത്തിന് ഉപയോഗിക്കുന്ന ലീവോതൈറോക്സിൻ എന്ന് പറയുന്ന മരുന്ന് എങ്ങനെ കൃത്യമായ രീതിയിൽ കഴിക്കണം എന്നതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് എൽട്രോക്സിൻ അല്ലെ തൈറനോം എന്നൊക്കെ പറയുന്ന ബ്രാൻഡുകളിൽ ലഭ്യമാണ് ഈ മരുന്ന്. ഈ മരുന്ന് എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ വേണം നമ്മൾ കഴിക്കാനായിട്ട്. തൈറോയിഡിൻ്റെ മരുന്ന് കഴിച്ച് 1 മണിക്കൂറിന് ശേഷം മാത്രമേ ചായയോ കാപ്പിയോ മറ്റ് എന്തെങ്കിലുമോ കഴിക്കാൻ പാടുള്ളൂ. കാൽഷ്യം ഗുളികകൾ, അയൺ ഗുളികകൾ, മൾട്ടി വിറ്റമിൻ ഗുളികകൾ, ആൻറ്റാസിഡ്സ്, അതായത് നമ്മൾ ഈ ആസിഡ് പ്രശ്നങ്ങൾക്കൊക്കെ കഴിക്കുന്ന ഗുളികകളില്ലേ, അവയൊന്നും ഈ തൈറോയ്ഡ് ഗുളികയ്ക്കൊപ്പം കഴിക്കാൻ പാടില്ല. ഇത് നമുക്ക് കിട്ടുന്നത് ചെറിയ കുപ്പിയിലാണ്. ഇങ്ങനെയാണ് നമുക്കിത് ലഭിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ മേടിക്കാൻ ശ്രമിക്കുക. നമ്മളിങ്ങനെ എണ്ണി മേടിക്കുമ്പോൾ അത് സൂക്ഷിക്കാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ അത് തണുത്തു പോകാനും അതിങ്ങനെ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പം ഇങ്ങനെ തന്നെ മേടിക്കാൻ ശ്രമിക്കുക. ഇത് നമ്മൾ കൈയിട്ട് ഈ മരുന്ന് എടുക്കാൻ പാടില്ല. നമ്മൾ കുപ്പി തുറന്ന് ഈ അടപ്പിലേക്ക് ഒരു മരുന്ന് തട്ടിയിട്ട് അങ്ങനെ വേണം നമ്മൾ കഴിക്കാനായിട്ട്. കഴിച്ചതിന് ശേഷം ഇത് അടച്ച് നന്നായി മുറുക്കി അടച്ച് അധികം സൂര്യപ്രകാശം എത്താത്ത സ്ഥലത്ത് സൂക്ഷിക്കണം. ഈ മരുന്നിൻ്റെ ഉള്ളിൽ സിൽക്ക ജെൽ ഉണ്ടാവും. ഈർപ്പം വലിച്ചെടുക്കാൻ വേണ്ടി സൂക്ഷിച്ചിരിക്കുന്നതാണ് ആ സിൽക്ക ജെൽ. അത് കഴിക്കാൻ പാടില്ല. എന്തെങ്കിലും കളർ വ്യത്യാസം തോന്നുകയോ അല്ലെങ്കിൽ കാലയളവ് കഴിഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ രക്തപരിശോധനയ്ക്ക് പോകുമ്പോൾ, ഈ തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട രക്തപരിശോധനയ്ക്ക് പോകുമ്പോൾ മരുന്ന് കഴിച്ചിട്ട് പോയിട്ട് രക്തപരിശോധന ചെയ്യരുത്. ഇപ്പോൾ നിങ്ങൾ ഇന്നത്തെ മരുന്ന് കഴിക്കാൻ മറന്നുപോയി എന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ കഴിക്കുമ്പോൾ ഇന്നത്തെ ഗുളികയും കൂടെ ചേർത്ത് 2 ഗുളികയായിട്ട് വേണം കഴിക്കാൻ. ഇതൊക്കെയാണ് ഈ മരുന്നുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം.